നമസ്കാരം. 2019 വാഗ അതിർത്തി വഴി പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം ഇന്ത്യ അവസാനിപ്പിക്കുന്നത്. പുൽവാമ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ചേർന്ന മന്ത്രിസഭാ സുരക്ഷാ സമിതിയിലായിരുന്നു പാകിസ്ഥാന്റെ നട്ടലൊടിക്കുന്ന ഈ തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടത്. എന്നാൽ ഇപ്പോഴിതാ വാഗ അതിർത്തി വഴിയുള്ള വ്യാപാരം പുനരാരംഭിക്കാൻ ഇന്ത്യ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. കാരണം പഞ്ചാബ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജൂൺ 1-ാം തീയതിയാണ് പഞ്ചാബിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇവിടെ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം എന്ന് പറയുന്നത് ഈ വാഗ അതിർത്തി വഴിയുള്ള വ്യാപാരം, പാകിസ്ഥാനുമായുള്ള വ്യാപാരം പുനരാരംഭിക്കും എന്നതാണ്. അതിർത്തി വഴിയുള്ള ഈ വ്യാപാരം പുനരാരംഭിക്കുന്നതിലൂടെ അമൃത്സറിലുള്ള ധാരാളം കർഷകർക്കും വ്യാപാരികൾക്കും ട്രാൻസ്പോർട്ടർമാർക്കും ഒക്കെ ഗുണം ലഭിക്കും എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളോട് പറയുന്നത്. പ്രതിവർഷം 5000 കോടി രൂപയുടെ വ്യാപാരമായിരുന്നു നേരത്തെ വാഗ അതിർത്തി വഴി നടന്നിരുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വ്യാപാരം നടന്നിരുന്നില്ല എങ്കിൽ പോലും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതി ഇപ്പോഴും ഈ വഴി തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഉരുളക്കിഴങ്ങ്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, സുഗന്ധവ്യഞ്ജനങ്ങൾ, പരുത്തി നൂൽ, സോയാബീൻ, ചായങ്ങൾ, ടയറുകൾ എന്നിവയായിരുന്നു ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. അതേസമയം പാകിസ്ഥാനിൽ നിന്നും സിമന്റ്, ജിപ്സം, റോക്ക് സോൾട്ട് എന്നിവയായിരുന്നു പ്രധാനമായും ഇന്ത്യയിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അമൃത്സറിൽ നിന്നുള്ള കച്ചവടക്കാരും കർഷകരും തൊഴിലാളികളും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും അധികം ഉന്നയിച്ച ആവശ്യവും വാഗ അതിർത്തി വഴി പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം പുനഃസ്ഥാപിക്കുക എന്നത് തന്നെയായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഒരു നിർണായക നിലപാട് എടുക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.